ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മൾ നോക്കുന്ന വീഡിയോ നിലത്ത്, അതായത് ജാഗോറിൻ്റെ തന്നെ കമ്പനിയായ നിലത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ ഫ്ലോറിൽ ഉറപ്പിക്കാൻ പറ്റുന്ന ക്ലോസറ്റിനെ കുറിച്ചിട്ടാണ്. അതിൻ്റെ ഫുൾ ഡീറ്റെയിലും അതിൻ്റെ MRPയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ നിങ്ങൾ MRP കാണുന്ന പോലെ തന്നെ 10300 ഇതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ജാഗോറിൻ്റെ തന്നെ കമ്പനിയാണ്. ജാഗോറിൻ്റെ കമ്പനി അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും സേഫ്റ്റി ആയിട്ടുള്ളത് നമുക്ക് ഫ്ലോറിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ്. ധൈര്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് കുറച്ച് ക്ലീനിങ് കാര്യങ്ങൾ കുറച്ച് പ്രശ്നമാണെന്നേ ഉള്ളൂ. അതായത് ഇത്തിരി കഷ്ടപ്പെടണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത്തിരി കൂടി കോംപ്ലിക്കേഷനാണ് എന്നുള്ള രീതിയിൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് അതിൻ്റെ മുകളിൽ വരുന്ന സെറാമിക്, അതിൻ്റെ പുഷ് സ്വിച്ചും കാര്യങ്ങളൊക്കെയാണ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷമുള്ള വീഡിയോ ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണിച്ചു തരാം. സാധാരണ നമ്മൾ ഫ്ലോർ മൗണ്ടർ ഉണ്ട്, അതുപോലെ തന്നെ വാൾ മൗണ്ടർ ഉണ്ട്. അതായത് ഭിത്തിയിൽ ഉറപ്പിക്കുന്ന ടൈപ്പ് ഉണ്ട്, നമ്മളത് ഫ്ലോറിൽ ഉറപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും നമുക്ക് യൂസ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. പക്ഷേ കുറച്ചുകൂടി സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് ധൈര്യമായിട്ട് സേഫ്റ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നിലത്ത് ഉറപ്പിക്കുന്നതാണ്. നിലത്ത് നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ട് അതിൻ്റെ വാഷും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ 4 സ്ക്രൂ അല്ലെങ്കിൽ 2 സ്ക്രൂവിലാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതിൻ്റെ സൈഡിൽ, ക്ലോസറ്റിൻ്റെ സൈഡിൽ നമ്മൾ ഒന്നല്ലെങ്കിൽ നമ്മൾ ടൈലിൻ്റെ പുട്ടി അല്ലെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഇട്ട് ടൈറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി പക്കയാണ്. ഒരു 99% സേഫ്റ്റി നമുക്ക് ഫ്ലോർ മൗണ്ടിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റാണ് ഏറ്റവും ഉത്തമം. മറ്റതെല്ലാം തന്നെ നമ്മൾ ഭിത്തിയിലാണ് വരുന്നത്. അത് മാത്രമല്ല 2 ബോൾട്ടിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും നമ്മൾ കുറച്ച് വെയിറ്റ് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ബോൾട്ടിൽ നിന്നത് പൊട്ടി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഇത് നിങ്ങൾ നോക്കി തന്നെ മനസ്സിലാക്കുന്നതായിരിക്കും. നിലത്താണ് ഉറപ്പിച്ചിരിക്കുന്നത്. നമുക്ക് വിശ്വസിച്ച് ധൈര്യമായിട്ട് കയറിയിരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ചാരിയിരിക്കാനുള്ള രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒറ്റ പീസായിട്ടാണ് വരുന്നത്. നല്ല വെയിറ്റ് കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ സൈഡിൽ നല്ല വെയിറ്റ് തന്നെയുണ്ട്. സൈഡിലേക്ക് മറിയുന്നോ അങ്ങനെ നല്ല രീതിയിൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ സൈഡിലേക്ക് മറിയുന്നോ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പിന്നെ നമ്മൾ ഉറപ്പിക്കുന്നത് ഇതിൻ്റെ ബാക്കിൽ ഒരു 2 സ്ക്രൂ ഉണ്ട്. അത് മാത്രമാണ് ഒരു ചെറിയൊരു ഫാൾട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ക്ലോസറ്റ് ഉറപ്പിക്കാനായിട്ട് നമ്മുടെ കൈ അതിൻ്റെ ബാക്കിലേക്ക് കടക്കില്ല. ബാക്കിലൂടെ വേണം നമുക്കത് ടൈറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാൽവ് കാര്യങ്ങളാണ്. അതായത് 2 വാൽവ് കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് നമ്മൾ പുഷ് ബട്ടൺ വരുന്നത് ഇതിൻ്റെ മുകളിലാണ് വരുന്നത്. അതായത് ഫ്ലഷ് വാൽവ് വരുന്നത് ഇതാണ്. നമ്മുടെ വെള്ളം ടാങ്കിൽ നിന്നുള്ള വെള്ളം നമ്മൾ ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ആംഗിൾ കോക്ക് വഴി കണക്ട് ചെയ്യുന്നു. അത് വാൽവാണ് വരുന്നത്. അതായത് ഫ്ലോട്ട് വാൽവ് പോലെ ഒരു നിശ്ചിത ഹൈറ്റ് എത്തി കഴിയുമ്പോൾ വെള്ളം തനിയെ നിൽക്കും. പിന്നെ നമ്മൾ പുഷ് ബട്ടൺ നമുക്ക് അമർത്തുന്ന സമയത്ത് അതിലൂടെയാണ് 2 പുഷ് ബട്ടണാണ്. കൂടുതൽ വെള്ളം കുറച്ച് വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് 2 ബട്ടണാണ് അതിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഇതിന് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ കാണിച്ചു തന്ന സെറാമിക്കിൻ്റെ ഒരു സെറാമിക്കിൻ്റെ ഒരു ക്യാപ്പ് വരുന്നുണ്ട്. ആ ക്യാപ്പിലാണ് പുഷ് ബട്ടൺ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് ആ സെറാമിക്കിൻ്റെ പീസ് നമ്മൾ കണ്ടോ, ഇത് മുകളിൽ വെച്ച് നമുക്ക് പൊക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. കംപ്ലയിൻറ്റ്സ് വന്നാൽ തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് കൈയിട്ട് പണിയുന്നതിന് കാര്യങ്ങൾക്കൊന്നും യാതൊരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ നമ്മൾ നിലത്ത് ഉറപ്പിക്കുന്ന രീതി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഫുള്ളായിട്ട്, അതായത് അതിൻ്റെ എല്ലാ വശങ്ങളും തന്നെ. ചില ക്ലോസറ്റുകൾ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡ് മുട്ടാത്തൊരവസ്ഥ വരാറുണ്ട്. അതായത് വഞ്ചി പോലെ ഒരവസ്ഥ, ഫ്രണ്ടും ബാക്കും തമ്മിലൊരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് നമുക്ക് യാതൊരു സേഫ്റ്റി കുറവും കാര്യങ്ങളൊന്നും നല്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് നിലത്ത് മുട്ടിയാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ആ കാണുന്ന 2 ഹോള് കണ്ട് അതിലാണ് സീറ്റ് കവർ അതിലാണ് നമ്മൾ പിടിപ്പിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ കാണുന്ന പോലെ തന്നെ അത്രയും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ബാക്ക് സൈഡിൽ അത്രയും ഗ്യാപ്പ് കുറവാണ്. അതുകൊണ്ടാണ് നമുക്ക് കൈയിട്ട് അതിൻ്റെ ഉള്ളിൽ ടൈറ്റ് ചെയ്യാനൊരു പാട് വരുന്നത്. പക്ഷേ ബാക്കിയെല്ലാം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് തന്നെ കൈകാര്യം ചെയ്യാൻ സാധിക്കും. സേഫ്റ്റി ഞാൻ നേരത്തെ പറഞ്ഞൊരു 95% നമുക്ക് സേഫ്റ്റി പ്രതീക്ഷിക്കാം മറ്റ് ക്ലോസറ്റുകളെ അപേക്ഷിച്ച്. അതായത് വാൾ മൗണ്ടർ നമ്മുടെ ഭിത്തിയിൽ ഉറപ്പിക്കുന്ന ക്ലോസറ്റിനെ അപേക്ഷിച്ച് നമുക്ക് നല്ല രീതിയിൽ തന്നെ വിശ്വസിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ക്ലോസറ്റുകളിലൊന്നാണ് ഫ്ലോർ മൗണ്ടറായിട്ട് വരുന്നത്. അത്യാവശ്യം പ്രായമായ ആളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അത്യാവശ്യം വെയിറ്റ് കൂടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫ്ലോർ മൗണ്ടറാണ് ഏറ്റവും ഉത്തമം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ലീക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, അതായത് ഇതിൻ്റെ മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലഷിൽ വരുന്ന ചെറിയ കംപ്ലയിൻറ്റുകളാണ്. അത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്താൽ നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് അതിൻ്റെ ഓവർഫ്ലോ വരുന്ന സമയത്ത് ടാങ്കിൽ വരുന്ന വെള്ളം ഒരുപാടാണെങ്കിലും വെള്ളം പോകാത്ത രീതിയിൽ പെട്ടെന്ന് ടാങ്കിലേക്ക് ഓവർഫ്ലോ ആയിട്ട് വെള്ളം വരും. നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിന് ഒരുപാട് ചെറിയ കംപ്ലയിൻറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണം, താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതിനനുസരിച്ച് നമുക്കൊരു അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.